വെൽക്കം ടു മാറ്റ്നി ലൈവ് ഡെയിലി അപ്ഡേറ്റ്സ്. നിങ്ങൾ ഗാന്ധിജിയുടെ ഈ ഫോട്ടോ കണ്ടായിരുന്നോ? മദർ തെരേസയുടെ ഈ സെൽഫിയോ? ഇത് കാണാൻ ചാൻസ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം വൈറലായ രണ്ട് ഫോട്ടോസാണിത്. ഇത് കണ്ടവർ മിക്കവരും വിചാരിച്ചു കാണും, എന്നാലും ഗാന്ധിജി എങ്ങനെ അന്ന് സെൽഫി എടുത്തു, മദർ തെരേസയോ? പക്ഷെ ഇത് ആക്ച്വൽ സെൽഫീസ് അല്ല കേട്ടോ. ഇത് ഇൻസ്റ്റഗ്രാമിൽ AI വഴി ജനറേറ്റ് ചെയ്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്റർ പോസ്റ്റ് ചെയ്തതാണ്. ഇദ്ദേഹം ഉപയോഗിച്ച ആപ്പിന്റെ പേരാണ് മിഡ് ജേർണി എന്ന ആപ്ലിക്കേഷൻ. ഇത് ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള AI ഉപയോഗിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ നമ്മുടെ ഇമാജിനേഷനിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് ആ സോഫ്റ്റ്വെയറിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷനിലുള്ള ഫോട്ടോ നമുക്ക് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്ന വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ഉള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇനി AI ഒരുപാട് സാധ്യതകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡ്രോബാക്ക് ആണ് എല്ലാ ഇമേജസും പലപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു. അതായത് നമ്മളൊരു ജനറൽ തീം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ കൊടുക്കുമ്പോൾ AI ഒബ്വിയസ്ലി വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നു. ഓരോ ഐഡിയയുടെയും ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ക്വസ്റ്റ്യൻസോട് കൂടെ നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായി AI എത്തിക്കാനായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഡീറ്റെയിൽസ് കവർ ചെയ്ത് നമ്മുടെ മൈൻഡിലുള്ള കൃത്യം ഇമേജ് അവർ പിടിച്ചെടുത്ത് അത് നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതേ ഇമാജിനേഷൻ മറ്റൊരാൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഐഡിയ ഒരു ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ പ്ലേജറിസമോ ഇല്ലാതെ അതേ രീതിയിൽ അവർ നമുക്ക് നമ്മളെങ്ങനെ വരച്ചാൽ കിട്ടുമോ അതുപോലെ വരച്ചു തരും. ഇതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു വളരെ വലിയ പ്രത്യേകത. ഇനി ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? കുറെ ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാനും മാത്രം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഇതുകൊണ്ട് ഒത്തിരി പേർക്കൊരു പ്രയോജനമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു സ്മോൾ ബിസിനസ് തുടങ്ങിയ ഒരാളാണ്. എനിക്കൊരു ഹെയർ ഓയിലിന്റെ അഡ്വർടൈസ്മെന്റ് എടുക്കണം. ഇവിടെയാണ് എനിക്ക് ഇതുപോലുള്ളൊരു ആപ്ലിക്കേഷന്റെ ഗുണം വരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മോഡലിനെ എനിക്ക് AI ഫീഡ് ചെയ്ത് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഹെയർ ഓയിലും പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു മോഡലിനെ. ഇതുകൊണ്ട് എനിക്ക് എൻ്റെ കോസ്റ്റും കട്ട് ചെയ്യാം. ഇത് മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു മോഡലിങ്ങിന് ഒരു ഫോട്ടോഗ്രാഫറിനെ ഹയർ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ കളർ ഗ്രേഡിങ്, എഡിറ്റിംഗ്, ഇതിനെല്ലാം നമ്മൾ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഒത്തിരി ചെയ്യണം. പക്ഷേ ഈ സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം ഇൻബിൽട്ട് ആണ്. നമ്മളിത് ചെയ്യാൻ പഠിച്ചെടുത്താൽ നമുക്ക് തന്നെ വേറൊരാളെ ആശ്രയിക്കാതെ ഇതിനു വേണ്ടി എക്സ്ട്രാ കോസ്റ്റ് മുടക്കാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. AI എന്ന വളരെ ബ്രോഡ് സ്പെക്ട്രത്തിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇനിയും ഇതുപോലെ ഒത്തിരി ആപ്ലിക്കേഷൻസ് AI എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ലൈഫ് ഈസിയർ ആക്കാൻ നമുക്ക് വേണ്ടിയുണ്ട്. ChatGPT പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അഗെയിൻ ഇതിലൊരു ചെറിയ ഭാഗം മാത്രമാണ്. പണ്ടൊക്കെ സംഗീതം എന്ന മഹാസാഗരം എന്ന് പറയുന്നത് പോലെ ഇന്ന് AI എന്ന മഹാസാഗരത്തിന് മുമ്പിൽ കൊച്ചുകുട്ടികളാണ് നമ്മളെല്ലാവരും. അതിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ. ഇതുപോലെ ഒത്തിരി സോഫ്റ്റ്വെയറുകളുണ്ട്. ChatGPT പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനിയും ഇതിന്റെ അനന്തമായ സാധ്യതകൾ ഒത്തിരി പേര് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നു. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് പഠിക്കാനായി യൂട്യൂബിൽ ഒത്തിരി അധികം സെൽഫ് ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരു സ്റ്റെപ്പ് കൂടെ ഈസിയർ ആവും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സോഫ്റ്റ്വെയർ എടുത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ വേറൊരു കോൺസെപ്റ്റുമായിട്ട് തിരിച്ചു വരാം. അപ്പോൾ തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ്, റോസ്ബെറ്റ് ജോയ്.